നമസ്കാരം, കേരള കണക്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ത്വക്ക് രോഗ അതുപോലെ വിഷചികിത്സ ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ SR പ്രശാന്താണ്. വെൽക്കം ടു ദി ഷോ സർ. നമസ്കാരം. ശരിക്കും ഈ ത്വക്ക് രോഗത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഇച്ചിരി പേടിയോടെ നോക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സോറിയാസിസും അതുപോലെ അതിൻ്റെ ചികിത്സാ രീതികളുമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസും മിസ്കൺസെപ്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ, ശരിക്കും എന്താണ് ഈ സോറിയാസിസ്? ബേസിക്കലി സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ത്വക്ക് പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു രോഗമാണ്. അങ്ങനെ പറയാൻ കാരണം ഇത് രോഗി നമ്മുടെ അടുത്ത് എപ്പോഴും വരുന്നത് ത്വക്കിനകത്ത് ഇങ്ങനെ സ്കെയിൽസ് പോലെ അല്ലെങ്കിൽ ശൽക്കങ്ങൾ പോലെ ഇങ്ങനെ പൊടിഞ്ഞിളകുന്ന ഒരവസ്ഥയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ത്വക്കിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു രോഗമല്ല. അതുകൊണ്ടാണ് ഞാൻ ത്വക്കിനെ പ്രധാനമായി എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. ഇതിനോടൊപ്പം ഇത് ദേഹം മുഴുവൻ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ വരുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്യുവർ വെറുതെ ഒരു ഓയിൻമെൻറ്റ് വാങ്ങിച്ചിടുക അങ്ങനെയുള്ളൊരു, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ ഒരു തുടക്കത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ തലയിൽ നമ്മൾ ഡാൻഡ്രഫ് പോലെ, ഡാൻഡ്രഫ് വേറൊരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖമാണ്. സോറിയാസ്, സ്കാൽപ്പ് സോറിയാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം സോറിയാസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയ ചികിത്സകൾ അല്ലെങ്കിൽ ഇതിൻ്റെ തുടർ ചികിത്സകൾ ആവശ്യമാണ്. അപ്പം പലപ്പോഴും ആളുകൾ ഇത് ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ ശരീരഭാഗങ്ങളിൽ വരുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവരുടെ എണ്ണവും നമ്മൾ ഈ പല സർവേകളും സോറിയാസിന് നമ്മുടെ നാട്ടിലധികം വളരെ ഒരു കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രമേ ഇതിനെപ്പറ്റി വെറിയിടുള്ളൂ. പക്ഷേ ആക്ച്വലി യഥാർത്ഥ എണ്ണം പലപ്പോഴും ഇതിനേക്കാൾ കൂടുതലും ആയിരിക്കും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോറിയാസിസ് രോഗികളെയുള്ള അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് സർവേയോ ഒന്നും തന്നെ ഇല്ല. ഇതുവരെയും അങ്ങനെ ഒരു ഫുൾ പ്രൂഫായിട്ട് അത്രയും വിപുലമായിട്ടുള്ളത് നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സോറിയാസിൻ്റെ ഉള്ള അവയർനെസ് വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും പലപ്പോഴും രോഗികൾ വരുമ്പോഴും ഇതിനകത്ത് ഒന്നാമതായിട്ട് ആളുകളിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ കണ്ടേജിയസ് ഡിസീസാണ്, പകരാത്ത അസുഖമാണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ രോഗികളോട് എപ്പോഴും, അല്ലെങ്കിൽ രോഗികളോട് മാത്രമല്ല ഈ കൂട്ടിരിപ്പുകാരോട് അല്ലെങ്കിൽ കൂടെ വരുന്നവരോ അവരോടും നമ്മളിത് പറയും. ഈവൻ സംശയം വരും. സംശയം എന്നല്ല, ഇതെപ്പോഴും ഈ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം അതാണല്ലോ, ഇതെനിക്ക് കിട്ടുമോ, ആ ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ വാർഡിൽ നമ്മുടെ ഇപ്പം പൂജപ്പുരയാണ് നമ്മുടെ ആയുർവേദ കോളേജിൻ്റെ ത്വക്ക് രോഗ ചികിത്സാ വിഭാഗം ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ വാർഡിൽ രോഗികളെ പോകുമ്പോൾ രോഗികളുടെ ദേഹത്ത് ഇങ്ങനെ ഒന്ന് തോളിൽ തട്ടി, അപ്പോൾ ഇതൊരു മെസ്സേജാണ്. അതായത് ഇത് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് പേഷ്യൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്നിൽ സ്കെയിൽസ് പൊടിഞ്ഞിളകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് വരുന്നത്. അതും ചിലർ ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഒരു ഡാൻഡ്രഫിനായിരിക്കും വരുന്നത്. അപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇത് സോറിയാസ് ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡാൻഡ്രഫ് തന്നെ ആയിരിക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ പറയുന്നത്. ശരിക്കും ഈ സോറിയാസിസ് എങ്ങനെയാണ് വരുന്നത്? എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായ കാരണം? ഇത് ബേസിക്കലി ഒരു ജനറ്റിക് ഡിസീസാണ്. അതായത് ജീൻസിലാണ് ഒരു മൾട്ടി അല്ലെങ്കിൽ പോളിജനിക്, ഒന്നിൽ കൂടുതൽ ജീൻസിൽ ഉള്ള ഇതിൻ്റെ ജീൻസിൻ്റെ ഒരു ജനറ്റിക് ഡിസീസാണ്. പക്ഷേ ഈ ജനറ്റിക് ഡിസീസ് ആണെന്ന് പറയുകയാണെങ്കിൽ പോലും ഇത് പലപ്പോഴും ഇപ്പോൾ ആ ജീൻ ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും വരണം നിർബന്ധമില്ല. ഇപ്പോൾ ജനറ്റിക് ഡിസീസ് എന്ന് പറയുമ്പം ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ജനറ്റിക് ഡിസീസിലാണ് വരുന്നത്. പക്ഷേ ഈ ചില ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് സോറിയാസിൻ്റെ ജീൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ, പക്ഷേ എനിക്ക് വരണം എന്നില്ല. പക്ഷേ എൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് ആയിട്ട് ഇപ്പം ഞാൻ ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോവുകയോ, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് വളരെ പ്രധാനമാണ്. ഈ ഡ്രൈ ക്ലൈമറ്റ്സ്, തണുപ്പ് കാലാവസ്ഥ, അങ്ങനെയുള്ളതിൽ കൂടെ കടന്നു പോകുമ്പോഴോ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സിവിയർ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോവുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ ഫാക്ടറും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഇക്വേഷൻ പൂർണ്ണമാകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചില സ്റ്റേജിൽ പുറത്ത് വരണമെന്നേ ഇല്ല. അങ്ങനെ ഇപ്പം നമ്മൾ പലപ്പോഴും പേഷ്യനോട് ചോദിക്കുമ്പോൾ പറയില്ല, അച്ഛനില്ല, അമ്മയ്ക്കില്ല. അപ്പം നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുക്കാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു 2 ജനറേഷൻ മുമ്പേ ഒരു 50 വയസ്സിന് മുന്നേ വന്നു എന്ന് ചോദിക്കും. അതായത് വളരെ പ്രായമായിട്ടാണെങ്കിൽ അവരുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊന്നും കിട്ടാറില്ല. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഇത് അവരുടെ സാഹചര്യം ഇതിന് അനുകൂലമാവുകയാണെങ്കിലേ വരണം എന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അല്ലാതെ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. പരിപൂർണമായിട്ട് പറയാൻ പറ്റത്തില്ല, നമ്മളല്ലാതെയും കാണാം. എന്നാൽ എല്ലാ ജനറ്റിക് ഡിസീസ് ജീൻസിൽ എന്തായാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വരത്തുള്ളൂ. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈല് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചിലപ്പോൾ അത്
എക്സ്പ്രസ് ചെയ്ത് വരുന്ന കണ്ടത് ചിലപ്പോൾ 10 തലമുറകൾക്ക് പിന്നിലും കണ്ടതാവാം അല്ലേ? നമ്മുടെ ജീൻസിന്റെ ഇത് നമുക്ക് ഇപ്പം നമ്മുടെ ജീൻസിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീൻസിൽ കോഡഡ് ആണ്. നമ്മുടെ ഈവൻ കണ്ണിന്റെ നിറമായാലും സ്കിന്നിന്റെ ഇതായാലും ഇതെല്ലാം. പക്ഷേ ഇതിനകത്തുള്ളത് ഈ അസുഖത്തിന്റെ ഇത് എപ്പോൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതനുസരിച്ചും ഇതിനകത്ത് കൂടുതൽ ജീനിന്റെ പ്രസൻസ് ഉള്ളവർക്കാണ് രോഗം വരുന്നതുള്ളതുകൊണ്ടുമാണ് നമ്മൾ ഇതിന്റെ ജനറ്റിക് എന്നുള്ളതിന് പ്രിഡോമിനൻസ് എപ്പോഴും കൊടുക്കുന്നത്. മറ്റ് രോഗങ്ങളിലുമായിട്ട് ഇപ്പം 2 പാരൻസിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈവൻ ചെറിയ ഇതിൽ പോലും ഇപ്പം ഈ പീഡിയാട്രിക് സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, അതായത് കുട്ടികളിൽ വരുന്ന സോറിയാസിസ്. അവരിലൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ നമുക്കിത് വളരെ കൃത്യമായിട്ട് പറയും. പിന്നെ അവരുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും അവെയർ ആയിരിക്കും. അതായത് ഒരു ചെറിയ സിംറ്റം വരുമ്പോൾ ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാലിൽ ക്രാക്സ് നമ്മൾ വെടിപ്പെന്നൊക്കെ കോമൺ ലാംഗ്വേജിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിനകത്തും അവരപ്പം തന്നെ കൊണ്ടുവരും, ഇതാണോ അതായത് ഇത് എപ്പോഴും ആളുകളുടെ ഇടയിൽ ആ ഒരു ചിലർ ഇതിനകത്ത്, അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൽ ഒരു അപ്പർ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ അവർ വളരെ അവെയർ ആയിരിക്കും, ഫസ്റ്റ് സ്റ്റേജിൽ ഇത് കൊണ്ടുവരികയും ചെയ്യും. ഈ അല്ലാത്ത ഇപ്പം എഡ്യൂക്കേഷൻ മാത്രമല്ല, അല്ലാതെ എഡ്യൂക്കേഷൻ ഉള്ളവരിലും ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് കമ്മ്യൂണിക്കബിൾ ആണ് എന്നുള്ളത്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ, അത് കഴിഞ്ഞ് തിരിച്ചു വരാം. ഹലോ നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് രാജലക്ഷ്മി എന്നാണ്. ഓക്കെ രാജലക്ഷ്മി, കേരള കണക്കിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് സംശയം ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, ഞാനിപ്പോ വിളിച്ചത് എന്റെ ഫാദറിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് 90 വയസ്സുണ്ട്. ഷുഗർ കൂടുതലാണ്. ഷുഗർ എങ്ങനെ പോയാലും ഫാസ്റ്റിംഗ് നോക്കുമ്പോഴത്തേക്ക് 250 മേളിൽ ഷുഗർ കാണിക്കാറുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിയുടെ രണ്ട് കാല് മുട്ടിന് താഴേക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടി വരണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാടകൾ പോലെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം സോറിയാസിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലില്, പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പൊ അവർ ആദ്യമൊക്കെ മെഡിസിൻ തന്നായിരുന്നു. മെഡിസിൻ തന്ന് കാലിപ്പുറത്താനുള്ള ഭാവം, അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ആ ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് പുള്ളിക്കത് ഒന്ന് ക്യൂർ ആയി പോയി. പക്ഷെ മെഡിസിൻ നിർത്തുമ്പോ അത് വീണ്ടും വരുന്നുണ്ട്. അതായത് ഇത് വരുന്നത് ഷുഗറിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ സോറിയാസിസും ഈ ഷുഗറും തമ്മിൽ കണക്റ്റഡ് ആണോ? അങ്ങനെയാണ് ആയുർവേദത്തില് ഇത് രണ്ടിനെയും കൂടി കൺട്രോൾ ചെയ്യാനുള്ളൊരു മെഡിസിൻ ഉണ്ടോ? ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഈ ഷുഗർ ഉള്ളവർക്ക് ഡ്രൈനെസ് കാണാറുണ്ട്. ഈ ഡ്രൈനെസ്, അതിൻ്റെ ഒരു നല്ല ഡ്രൈനെസ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ സോറിയാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാം, ചിലപ്പോൾ സോറിയാസ് ഇല്ലെങ്കിലും. അതപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് വെറും ഡ്രൈനെസ് ആണോ അതോ സോറിയാസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈനെസ് ആണോ എന്നുള്ളത്. അതാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് ഫാക്ടർ. പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമുക്ക് ഫസ്റ്റ് പറഞ്ഞു. അല്ല, അപ്പം അങ്ങനെ സോറിയാസായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ തുടർ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, പ്രൊവൈഡഡ് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളിലായിരിക്കണം. ഷുഗർ ലെവൽ കൺട്രോളിലല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ കൂടും. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ ഷുഗർ ഉള്ളവർക്ക് ആ മുറിവ് കരിയത്തില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും കുറയാൻ താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം സോറിയാസിസ് ചികിത്സ നമ്മൾ ചെയ്യാൻ. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ സാർ. അപ്പം ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഇൻസുലിൻ രാവിലെ എടുക്കുന്നുണ്ട്, വൈകുന്നേരം എടുക്കുന്നുണ്ട്. 40 വെച്ചിട്ടാണ് 2 നേരം ഇൻസുലിൻ എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താല് ഈ ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിർബന്ധമായിട്ട് ഇൻസുലിൻ എടുക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഷുഗർ കൺട്രോൾ ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും സഡൻലി ഫുള്ളി അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഈ ചികിത്സ എടുക്കാം. നമ്മളുടെ പല പേഷ്യൻസും അങ്ങനെയുള്ളതുണ്ട്. അതായത് അവർ ലൈഫ് സ്റ്റൈൽ ഡിസീസിനോ കഴിക്കുന്ന മരുന്നുകളൊന്നും തന്നെ നമ്മൾ മാറ്റാറില്ല. അത് പിന്നെ വേറൊരു ലെവലിൽ നമുക്കത് മാറ്റണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സഡനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒട്ടും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഏജ് ഈസ് 90. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ കേസ് നമ്മൾ നേരിട്ട് കണ്ട് തന്നെ തീരുമാനിക്കണം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഡോക്ടർ മറ്റൊരു ചോദ്യമുള്ള ശരിക്കും ഈ സോറിയാസിസ് പല ടൈപ്സ് ഉണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോറിയാസിസ് ഉണ്ട്. അതെ, അതായത് സോറിയാസിസ് ഒരു ടൈപ്പ് എന്ന് നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഒന്ന്, നമ്മൾ ആ സ്കിൻ ലീഷൻ്റെ ഇപ്പോൾ ക്രോണിക് പ്ലേക്ക്, ആ പ്ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്കിന്ന് ഇളകിപ്പോകുന്ന ആ രീതിയാണ് നമ്മൾ പ്ലേക്ക് എന്ന് പറയുന്നത്. ഗട്ടേറ്റ് സോറിയാസ്, അതായത് ഏത് തരത്തിലുള്ള സ്കിൻ ലീഷനെ ബേസ് ചെയ്ത് സ്കിൻ ലീഷൻ്റെ സൈസിൻ്റെ ഇതനുസരിച്ച് പ്ലേക്ക് സോറിയാസിസ്, ഗട്ടേറ്റ് സോറിയാസിസ്, അങ്ങനെ അതായത് കുമ്പള പോലെ വരുന്നത്. അത് പലപ്പോഴും ഇൻഫെക്ഷന് ശേഷമൊക്കെയാണ് വരാറുള്ളത്. പിന്നെ എറിത്രോഡെർമിക് സോറിയാസിസ്, അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. അല്ലെങ്കിൽ ഈ പ്ലേക്ക് സോറിയാസിസ് ഇങ്ങനെ ശൽക്കങ്ങൾ പോലെ അതാണ് നമ്മളുടെ ഇതിനകത്ത് മെജോറിറ്റി, ഒരു 90% കേസും ഈ പ്ലേക്ക് സോറിയാസിസ് കേസാണ് നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ അത് തന്നെ ചിലപ്പോൾ ഈ കൂടി ശരീരം മുഴുവനാവുകയും ദേഹം മുഴുവൻ സ്കിന്നൊരു ഫസ്റ്റ് ലൈൻ ഡിഫെൻസാണ്. അതായത് നമ്മളുടെ എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മുടെ വീടിൻ്റെ ഒരു ബൗണ്ടറി വാൾ പോലെയാണ്. അപ്പോൾ അത് പോയി കഴിയുമ്പോൾ ഏത് ഇൻഫെക്ഷനും കിട്ടാം. അപ്പോൾ എറിത്രോഡെർമിക് സോറിയാസിൽ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ സ്കിൻ നഷ്ടപ്പെട്ട് വളരെ സിവിയർ ആയിട്ടൊരു എമർജൻസി കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ചിലതിനകത്ത് അത് നമുക്ക് അലോപ്പതിയുടെ സഹായവും വേണ്ടി വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റ് ഇൻഫെക്ഷനുകൾ വരും ഈ സ്കിന്നിൽ. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. അതല്ലാതെ ഏത് ഭാഗത്ത് വരുന്നു, അതായത് ഇപ്പോൾ തലയിൽ വരുന്നു അപ്പോൾ സ്കാൽപ്പ് സോറിയാസിസ്, കാൽപാദത്തിൽ വരുന്നു പ്ലാന്റാർ സോറിയാസിസ്, കയ്യിൽ വരുന്നു പാമാർ സോറിയാസിസ്, ഇനി കയ്യിലും കാലിലും കൂടെ പാമോ പ്ലാന്റാർ സോറിയാസിസ്. ഇങ്ങനെ ഈ രണ്ട് രീതിയിലും ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഏത് ബോഡി പാർട്സിൽ വരുന്നു എന്ന രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏത് തരം ലീഷൻ, കൂടുതലും നമ്മൾ ഇതിനകത്ത് വരുന്നത് ഈ ക്രോണിക് പ്ലേക്ക് സോറിയാസിസ് വിഭാഗത്തിലാണ്. ഇത് കൂടാതെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷനും പറയാറുണ്ട്, ഈ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞ്. അതായത് ഒന്ന് വളരെ നേരത്തെ വരുന്ന സോറിയാസിസ്, അതായത് ഒരു 20 വയസ്സ് ആ സമയം, അതല്ലാതെ 40 വയസ്സിനൊക്കെ ശേഷം, അതായത് അവരുടെ ഒരു 40-45 വയസ്സിനൊക്കെ ശേഷം വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചികിത്സയിൽ വളരെ പ്രാധാന്യമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം വളരെ നേരത്തെ വരുന്നവർ ഇതിനകത്ത് കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പം നമുക്കൊരു 60, ഇപ്പം നമ്മൾ പലപ്പോഴും ചികിത്സയുടെ ഉദ്ദേശവും അതാണ്. ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു 20% വരുന്ന സോറിയാസിസ് രോഗിയെ നമ്മളങ്ങനെ ഭയങ്കരമായി ചികിത്സിക്കും. 20% എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മൊത്തം ഏരിയയുടെ 20%. അപ്പം അത് ആ ഏത് ഏരിയ, അതും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെ വളരെ പുറമേ കാണുന്ന ഏരിയാസ് ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കൺട്രോൾ ചെയ്യാനല്ല, ആളുകളുടെ ടെൻഷനാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷനും വരാറുണ്ട്. മനസ്സിലായി. അതായത് ഇവർക്കൊരു പബ്ലിക് പ്ലേസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് 1 സോറിയാസിൽ വരുന്നവർക്ക് ഈ ചെറിയ പ്രായത്തിൽ വരുന്നുണ്ട്, കുട്ടികൾ വരാറുണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ അവർക്ക് ഇതെന്താണെന്ന് പോലും പലപ്പോഴും ഈ മാതാപിതാക്കളാണ് ഇത് കൊണ്ടുവരുന്നത്. എന്നാൽ അവരുടെ ഫാമിലിയിലുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതാണ് ഡോക്ടറെ ഇതിപ്പോൾ തന്നെ ഒന്ന് കാണിച്ച് ഉള്ള. അപ്പോൾ ആ രോഗികളെ നമ്മളെപ്പോഴും വളരെ ബോധിപ്പിക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സോറിയാസിസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇതൊരു ഡയബറ്റീസ് പോലത്തെ അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ചികിത്സ വേണ്ട ഒരു രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ പേഷ്യൻറ്റ് മനസ്സിലാവാനാണെങ്കിൽ ഈ സോറിയാസിസ് രോഗം എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പേഷ്യൻ്റ് ഒത്തിരി ഇതൊരു ഡയബറ്റീസ് പോലത്തതാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് ഉടനെ ചികിത്സ നിർത്താൻ പറ്റില്ല, എന്നാൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാം. എന്നാൽ ചികിത്സിക്കാതിരുന്നാൽ ഇത് പ്രശ്നമാണ്. അപ്പം ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണ്ട, ഈ സിമ്പിളായിട്ടൊരു ഉദാഹരണം പേഷ്യൻ്റിനെ പോകും. അപ്പം ഈ ഒരു സാധനം അവരുടെ മനസ്സിലോട്ട് ചെല്ലും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പേഷ്യൻ്റ് ചിലപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഈ റെമിഷൻസും റിലാപ്സും ആണ്. ചിലപ്പോൾ പെട്ടെന്ന് നല്ല റിലീഫ് വരും. ഒരു ഇതുമല്ലാതെ പേഷ്യൻ്റെ ആ സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ആ ബോഡിയുടെ രീതിയുടെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. അതേപോലെ തിരിച്ചും അതേപോലെ ഇത് ഭയങ്കരമായിട്ട് തിരിച്ച് ഈ റിലാപ്സ് വരുന്ന അവസ്ഥയുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണാറുള്ളത് ഈ ഇപ്പം നമുക്ക് നമ്മുടെ ഈ എന്താണ് പൂജപ്പുരയാണ് നമ്മുടെ സ്ഥാപനം. അപ്പോൾ ഈ ആർമിയിലൊക്കെ പോലുള്ള വളരെ സിവിയർ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ചില പോസ്റ്റിങ്ങൊക്കെ ഇവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഉള്ള പോസ്റ്റിംഗാണ്. അപ്പോൾ പ്രശ്നമൊന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെ വെച്ച് ഇവർ ഈ മരുന്നുകളെല്ലാം നിർത്തി വളരെ എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഇത് വളരെ കൂടും. ഇത് പലപ്പോഴും നമ്മൾ ഈ ഞാനിപ്പോൾ ഒരു ഇത് പറഞ്ഞെങ്കിലും ഈ ആർമി എന്ന് പറഞ്ഞെങ്കിലും അല്ലാതെ തന്നെ നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ. ഈ സ്ട്രെസ്സുകൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ സ്ട്രെസ്സ് വന്ന് കുറേ നാളത്തേക്ക് ഇതിങ്ങനെ കുറയാതെ അപ്പോൾ പേഷ്യൻ്റ് മടുക്കും. അപ്പോൾ ഷട്ടിലിംഗ് ഓഫ് സിസ്റ്റംസ്, കുറച്ചാൾ ആയുർവേദത്തിൽ വരും, എന്നിട്ട് പിന്നെ അപ്പുറത്ത് പോകും, അലോപ്പതി പോവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോമിയോയിൽ പോവും,
ഒന്നിലും കണ്ടിന്യൂസ് ആയിട്ട് ഇല്ല. അതായത് ഇവര് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇവര് ഈ പേഷ്യൻസ് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ഈ ഓരോരുത്തർ സജസ്റ്റ് ചെയ്യും ഇന്ന ഡോക്ടർ നല്ലതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ നമ്മുടെ ഡെർമറ്റോളജി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ഡോക്ടർമാരും നമുക്കിങ്ങനെ പേരുകൾ ഇവര് ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇവിടെ പോയിരുന്നു. അപ്പൊ ഇത് ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ്. അതായത് ഈ റിലാപ്സും റെമിഷനും ഉള്ളത്. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു ബുക്ക് കീപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ട്രിഗർ ഫാക്ടേഴ്സ്, അതായത് നമുക്ക് ഈ ജനറ്റിക്സിനെ ജീനിനെ മാറ്റാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറാപ്പീസൊക്കെ ഭാവിയിൽ വരാം. പക്ഷെ അതൊരു ഈസി ലെവൽ ഓഫ് മാനേജ്മെന്റ് അല്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രിഗർ ഫാക്ടേഴ്സ് എന്താണ്. അപ്പോൾ ചിലർ വന്ന് പറയും, ഇപ്പം നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക ചെയ്യുന്നു. അതായത് ഓക്കെ, ആ ഡോക്ടറെ എനിക്ക് ഈ തണുപ്പ് സീസൺ വരുമ്പോഴാണ് ഇത് വലിയ പ്രശ്നം, അല്ലെങ്കിൽ നേരെ റിവേഴ്സ് ചൂടുകാലത്ത് വരുന്നവരുണ്ട് വളരെ, അതായത് ഈ പുറമേ വർക്ക് ചെയ്യുന്നവർ, പിന്നെ ചില ഈ പെയിൻറ് അങ്ങനെയൊക്കെ ഉള്ളത് സമ്പർക്കം വരുന്നവർ, ഇങ്ങനെയുള്ള. അപ്പോൾ ഈ നിങ്ങളുടെ ട്രിഗർ ഫാക്ടേഴ്സ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ടീച്ചറുണ്ട്, അവർക്ക് ഈ എക്സാം ടൈം ആകുമ്പോൾ ഇവർക്ക് സ്ട്രെസ് കയറും. ആ സമയത്താണ്, അത് പാമോ പ്ലാന്റർ കേസാണ്. അപ്പോൾ അവർ വന്നിങ്ങനെ നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ ഇപ്പോൾ അവർക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ അവരെന്താണ്, ഒരു മാർച്ച് ഒരു ജനുവരി മാസമാകുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റിന് വരും. എന്നിട്ട് അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ആ പേഷ്യൻ്റ് ഒരു കോപ്പറേഷൻ കൂടെ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ ട്രിഗർ ഫാക്ടർ അല്ല മറ്റൊരാളുടേത്. അപ്പോൾ ഇത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പേഷ്യൻറ്റിലോട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കും. ചിലരത് നന്നായി ചെയ്യും, ചിലർക്കത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ തന്നെ പറയും മനസ്സിലാക്കാൻ പറയാം, എനിക്ക് ഇപ്പം ചില ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാൽ അത് ചില സമയത്തില്ല. അത് ചിലപ്പോൾ അപ്പോൾ നമ്മൾ പറയും സ്ട്രെസ് ഉള്ളപ്പോൾ സമയത്ത് കഴിക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഓരോരോ ചെറിയ ചെറിയ ഫാക്ടേഴ്സാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഈ കാരണം എന്തെന്ന് ചോദിക്കുമ്പം പോളിജനിക്, ഒന്നിൽ കൂടുതൽ ജീൻ ഇൻവോൾവ് ആണ്, മൾട്ടി ഫാക്ടോറിയൽ, ഒന്നിൽ കൂടുതൽ കാരണങ്ങളുണ്ട്, ബേസിക്കലി ജനിതകവുമാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയുമ്പോൾ പറയാൻ പറ്റുന്നത്. മനസ്സിലായി. ഈ റൊസേഷ്യ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്? ഇല്ല, അതെല്ലാം സെപ്പറേറ്റ് അസുഖങ്ങളാണ്. പക്ഷേ ഈ പലപ്പോഴും സ്കിന്നിൽ വരുമ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന് കൺഫ്യൂഷനാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. കേരള കണക്കിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ വിളിക്കുന്നത് അഞ്ചൽ എന്നാണ്. അഞ്ചലിൽ നിന്ന്. പേരെന്താണ്? രാധാകൃഷ്ണപിള്ള. രാധാകൃഷ്ണപിള്ള. ഡോക്ടറിനോട് സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. ഞാൻ വിളിച്ചത് എനിക്കിപ്പോൾ 65 വയസ്സായി. അപ്പോൾ എൻ്റെ കാലിലും കയ്യിലൊക്കെ ഒരു വെള്ള പാണ്ട് പോലെ വന്നിരുന്നു. അത് പിന്നെ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ കാണിച്ചു എന്നെ. ചില ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അത് സോറിയാസിസിന്റെ ആരംഭം ഒന്നും, ചില ഡോക്ടേഴ്സ് പറയുന്നത് അതല്ലാതെ ജസ്റ്റ് ഇൻഫെക്ഷൻ ആണ്, അതങ്ങ് പൊക്കിയോളൊന്നും പറഞ്ഞ് ഓയിൻമെന്റ് ഒക്കെ തന്നു. ഇപ്പൊ നല്ല ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ചൊറിച്ചിലുണ്ട്, ചൊറിച്ചിലുണ്ട്. നിറവ്യത്യാസം ഉണ്ടോ? നിറവ്യത്യാസമുണ്ട്. എന്ത് നിറമാണ്? ഒരു തവിട്ട് കളർ. തവിട്ട് കളർ. ഓക്കെ. പൊട്ടുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇത് സോറിയാസിസ് ആണെങ്കിൽ ബേസിക്കലി നമ്മളിങ്ങനെ സ്കിൻ അവിടുന്ന് പൊടിഞ്ഞിളകുകയും അതിൻ്റെ താഴെ ചുവന്ന കുത്തുകൾ പോലെയുള്ള രക്തത്തിൻ്റെ കുത്തുകൾ കാണുകയും, ഇതാണ് സോറിയാസിസിൻ്റെ ഏറ്റവും എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്നത്. ബാക്കിയുള്ളത് മോസ്റ്റ് പ്രോബബ്ലി ഇൻഫെക്ഷൻ ആവാനുള്ള, നേരത്തെ ഡോക്ടേഴ്സിനെ കണ്ടപ്പം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതാവാനുള്ള സാധ്യതയേ ഉള്ളൂ. പിന്നെ അത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലീഷൻ നോക്കണം. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഫൈനൽ, ഇപ്പോൾ ഒരു ലീഷനിൽ സംശയം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ ബയോപ്സി ഒക്കെയാണ് ഇതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത്. യൂഷ്വലി ഒരു 50 മുതൽ 60% കേസുകളിൽ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന പോലെ റൊസേഷ്യ ഇതുപോലുള്ള അസുഖങ്ങളെ പറ്റി. അപ്പോൾ ഈ സ്കിന്നിൻ്റെ പല ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ ഫംഗൽ ഡിസീസസ്, ഇങ്ങനെയുള്ള ഏത് ഡിസീസസും പലപ്പം പല സ്റ്റേജിലും നമുക്കിത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ കോളറിനോട് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയുള്ള കേസുകളിൽ മാത്രം നമ്മൾ സ്കിൻ ബയോപ്സി പറയാറുണ്ട്. അതായത് ഓക്കെ, ഇതാണോ ഇന്നതാണോ എന്നുള്ളത്. അത് നമ്മൾ പറയും ഇത് സ്കിൻ ബയോപ്സിയാണ്. ഈ ബയോപ്സി എന്നുള്ള വാക്ക് തന്നെ ആളുകൾക്കൊരു സ്റ്റിഗ്മയാണ്. എന്ന് പറഞ്ഞാൽ ദൈവമേ ഇനി മറ്റേത് വല്ലതും ആണോ, നമ്മളെ മാലിഗ്നൻസി, അങ്ങനെയൊക്കെയുള്ള ചിന്ത. അപ്പം നമ്മളിതുവരെ ഇതല്ല, ഇത് ഈ രോഗം കൺഫേം ചെയ്യാൻ സ്കിന്നിൻ്റെ നമുക്ക് സംശയം വരുന്ന കേസുകളിൽ, എല്ലാ കേസുകളിലും നമ്മൾ ക്ലിനിക്കലി, പിന്നെ നമ്മൾ ഈ റിസർച്ച് ബേസ്ഡുള്ള പ്രോജക്ട്സിലും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ആവശ്യമുണ്ട്, ഇതിങ്ങനെ ബയോപ്സി കൺഫേംഡ് എന്നുള്ളതൊക്കെ. അല്ലാത്ത കേസുകളിലെല്ലാം തന്നെ നമുക്കിത് ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഈവൻ വെറും എന്താണ് വെർജിൻ കോക്കനട്ട് ഓയിൽ, അങ്ങനെ ഒരു മരുന്നുള്ള എണ്ണ പോലും
ആവശ്യം ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം മാത്രമേ പലപ്പോഴും ചില കേസുകൾ, അതായത് വളരെ ചെറിയ ശതമാനം ഉള്ളതിൽ നമ്മളിതിപ്പോൾ ഇതെല്ലാം വലിയ വലിയ ഡയഗ്നോസിൻ്റെ ഇതൊന്നുമല്ല, അപ്പോൾ പറയും ഒന്ന് ഫോളോ അപ്പിൽ ഇരുന്നോളൂ എന്ന് പറയും. ഇപ്പോൾ ചില കേസുകളിൽ വളരെ ചെറിയ സിംറ്റംസ് ആയിരിക്കാം, പേഷ്യൻ്റ് ഓവർലി കൺസേൺഡ് ആയിരിക്കാം. അങ്ങനെയുള്ള ആ കൺസേൺ പോലും ഒരു സ്ട്രെസ്സാണ്. അപ്പം നമ്മളത് അവരെ എഡ്യൂക്കേറ്റ് വിടത്തേ ഉള്ളൂ, ഇതിനെപ്പറ്റി ഇത്രയും ചിന്തിക്കുന്നത്. ഈ നോർമലി തന്നെ ഈ ഫാമിലിയിൽ ഡ്രൈനെസ് ഉള്ളവരുണ്ട്, അതായത് സ്കിന്നിൽ പൊതുവെ ഒരു ഡ്രൈനെസ് ഉള്ള ആളുകളുണ്ട്. പിന്നെ നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴേ ഡ്രൈനെസ്സിനെ കൂട്ടുന്നതാണ്. ഇനി ആളുകൾ ഈ സോപ്പിൻ്റെ ഒരു ആക്ച്വൽ രീതിയിലല്ല ഉപയോഗിക്കുക. ഇവർ സോപ്പിൻ്റെ ലാദർ അല്ലെങ്കിൽ പത ആണ് ദേഹത്ത് തേക്കുക. ഇവരെന്ന് ഞാൻ സോപ്പ് തന്നെ. അപ്പോൾ ഈ ഓവർ സോപ്പ് യൂസ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ലേ, ഭയങ്കരമായ സ്വെറ്റിങ് ഉള്ളതാണ്, 2-3 പ്രാവശ്യം. അപ്പോൾ ഇതുകൊണ്ട് ഓൾറെഡി ഡ്രൈനെസ് ഉള്ളവർ ഇത് കൊണ്ടുവരുമ്പോൾ ഈ ഡ്രൈനെസ് കൂടുകയും അതിൻ്റെ ഭാഗമായി സ്കിന്ന് പൊടിഞ്ഞിളകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലും നമുക്ക് ഈ ഒരു തെറ്റിദ്ധാരണ വരാൻ. അപ്പോൾ അവർക്ക് അതാണോ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു രോഗിയെ നമ്മളിങ്ങനെ സന്ദർശിക്കുമല്ലോ, ഇത് അങ്ങനത്തെ വല്ല അസുഖത്തിൻ്റെ തുടക്കമാണോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നവരും ഒരു വിഭാഗക്കാരുണ്ട്. ഈ അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഒരു മൈൽഡ് മാനേജ്മെൻറ്റ്, ഇതങ്ങനെ ഒരു വളരെ വ്യാപകമായി നമ്മൾ ഈ കണക്കുകൾ പറയുമ്പോൾ തന്നെ ഒരു 4% ഒക്കെയാണ് പറയുന്നത്. അതായത് 100 പേരെടുത്താൽ 4 പേരിലൊക്കെയാണ് നമുക്കിതിൻ്റെ ഒരു ഇത് കാണുന്നത്. ഇതാണ് യൂഷ്വൽ അതിൻ്റെ കണക്കുകൾ. പിന്നെ അതേപോലെ ഈ സോറിയാസിൻ്റെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരും. അത് പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സോറിയാസിസ് ഉള്ളവരിൽ ഒരു 20-25% പേര് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആർത്രം സന്ധി, ഐറ്റിസ് നീര് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെയിൻ വളരെ മേജർ ഘടകമായി വരും. ചില കേസുകളിൽ തിരിച്ചും വരാറുണ്ട്. അതായത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിരിക്കും ആദ്യം പ്രകടമാകുന്നത്, പിന്നെ ആയിരിക്കും സ്കിന്നിൻ്റെ ലീഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ചില പേഷ്യൻസ് അങ്ങനെയുള്ളവർ തന്നെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ചുകൂടി വേറൊരു ചികിത്സാ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അതായത് ഇവരുടെ പെയിനാണ് ഇവരുടെ മെയിൻ കൺസേൺ. സ്കിൻ ലീഷൻസ് അവർക്ക് വലിയ കൺസേൺ അല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം ഒന്ന് എടുക്കാൻ പറയും. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് യൂഷ്വൽ ഏത് സമയമാണോ, ചിലർക്ക് ഓരോ ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്, ആ സമയമാണെങ്കിൽ ആ സമയം നിങ്ങൾ വന്ന്, അതായത് ഹോൾ ബോഡി ഉള്ളവർ, ആർത്രൈറ്റിസ് ഉള്ളവർ, അപ്പോൾ ഈ അതായത് 1, 2, 3 വർഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയും, ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി. ഞാൻ പറയുന്നത് 20% മുകളിൽ അസുഖങ്ങൾ ഉള്ളവർ, ദേഹത്തിൻ്റെ ഏരിയയാണ് 20% എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു, അടുത്ത വർഷം ട്രീറ്റ്മെൻറ്റ് എടുക്കും, പിന്നെ 3-ാമത്തെ വർഷമാകുമ്പോൾ ഈ ഗ്യാപ്പ്, അസുഖം വരുന്ന ഗ്യാപ്പ് കൂടും. അപ്പം അങ്ങനെ ഇവരെ നോർമലിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചെറിയ കേസുകളെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് കഴിയുന്നതും ഈ മിനിമം ഇൻറ്റേർണൽ മെഡിക്കേഷൻസ്, ബാക്കിയെല്ലാം ഈ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ആക്ച്വലി കുറച്ചുകൂടെ ലെങ്തി കൺസൾട്ടേഷൻസ് വേണ്ടി വരും. പേഷ്യൻറ്റിനോട് പറയും ഇങ്ങനെയുള്ളതൊക്കെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ മാറ്റൂ, ഈ രീതിയിൽ ഉള്ളത്. പിന്നെ നമ്മളുടെ ഇവിടെ ഈ പൂജപ്പുരന് യോഗ തെറാപ്പി ഉണ്ട്, അപ്പോൾ അതുകൂടി ഇതിൻ്റെ അഡ്ജുവൻ്റായിട്ട് എടുക്കാൻ പറയും. അതായത് ഇവരുടെ ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ലെവൽ ഈ ടൈപ്പിലാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ മാനേജ്മെൻറ്റ് പോകുന്നത്. പിന്നെ ചില കേസുകളുണ്ട് വളരെ സിവിയർ ആയിട്ട് വരുന്ന കേസുകൾ, അവർക്ക് ചിലപ്പോൾ നമുക്ക് അലോപ്പതി മെഡിസിൻസ് നിർത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് ഉള്ളവർക്കൊക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള മെഡിസിൻ്റെ, അതായത് ഇപ്പോൾ ഈ അലോപ്പതി തന്നെ പലതരം മെഡിക്കേഷൻസ് ഉണ്ട്, ഇതിനകത്ത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽസ് അങ്ങനെയൊക്കെ എടുക്കുന്ന പേഷ്യൻസ് പോലും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവർ വരുന്നതിൻ്റെ പലപ്പോഴും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ള ഡോസ് കൂട്ടാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ആ കേസ് നോക്കിയിട്ട് ഈവൻ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമായിട്ട് ചില പേഷ്യൻസിൽ ഓക്കെ നിങ്ങൾ ഇപ്പോൾ മറ്റേ മെഡിസിനുമായിട്ട് ഇതൊരു ഇൻട്രാക്ഷൻ വരുമോ എന്ന് പേടിയുള്ളവരാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ നിങ്ങൾ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യൂ. അപ്പോൾ ഈ ഒരു കേസുകളിൽ അപ്പോൾ അതിനകത്തും അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ അതിൻ്റെ ഇത് കൂടുതലാവുന്നില്ല, സിവിയറിറ്റി കൂടുതലാവുന്നില്ല, അവർക്ക് ആ ഡോസ് കൂടുതലേണ്ടി വരുന്നില്ല. ഈ ലോങ് ടേം തെറാപ്പിയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതായത് ഇത്രയും കാലം മെഡിക്കേഷൻസ് തുടരുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും ഇവർക്ക് വരാറുണ്ട്. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന പോലെ സോറിയസിസ് ആണോ എന്ന് എനിക്കറിയില്ല, ലെഗിൽ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ തൊലി ഇങ്ങനെ പൊടിഞ്ഞിളങ്ങുന്ന പോലെ ഭയങ്കരമായിട്ട് ഇഷ്യൂ വന്ന സമയത്ത് ഷുഗർ കൺസപ്ഷൻ കുറച്ചു, എന്നിട്ട് ബാക്കി എൻ്റെ ഫുഡിലും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് കുറഞ്ഞു എന്ന് പറഞ്ഞു. അത് എന്ത് അസുഖമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡിൽ ഇപ്പോൾ ഷുഗർ ഒരു മെയിൻ വില്ലനായിട്ട് പലരും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഷുഗർ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ഫുഡിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആ ചോദ്യം ചോദിച്ചത് നന്നായി. 2 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, നിങ്ങളിനി മരുന്ന് ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫുഡും, അതായത് ഡയറ്റും സ്ലീപ്പും വളരെയധികം പ്രധാനമാണ്.
ഓക്കെ. അതായത് അത് രണ്ടും തന്നെ ഇനി നിങ്ങൾ അലോപ്പതി ചെയ്തോ ആയുർവേദം ചെയ്തോ ഹോമിയോ ചെയ്തോ എനിത്തിങ്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിലായിരിക്കണം, ഡോക്ടർ ഫോളോ അപ്പിലായിരിക്കണം. ഈവൻ വെൻ യു ആർ ഓൺ ദ റെമിഷൻ പീരീഡ്, അസുഖം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിലും ഫോളോ അപ്പ് നിർബന്ധമാണ്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ ഡയറ്റ് പാറ്റേൺ വളരെ പ്രധാനമാണ്. അപ്പോൾ ഡയറ്റ് പാറ്റേൺ പലപ്പോഴും കുറച്ച് കസ്റ്റമൈസ്ഡ് ഡയറ്റ് പാറ്റേൺ ആണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഒരു സ്പെസിഫിക് ഡയറ്റ് നമ്മൾ ഒരിക്കലും പറയാറില്ല. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ എന്താണ് കംപ്ലീറ്റ് നോൺ വെജ് ഒഴിവാക്കണം. നമ്മൾ ഈ ആയുർവേദത്തിലോട്ട് വരുമ്പോൾ തന്നെ ആളുകളുടെ ചിന്താഗതി ഇനിയിപ്പം വെജ് പാടുള്ളൂ, അങ്ങനെ ഒരിക്കലും പറയാറില്ല. ഇപ്പോൾ ഈ ചെറിയ മീനുകൾ, അതായത് നമ്മുടെ വില നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻസും ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് കൂടുതൽ. അപ്പോൾ ഈ നെത്തോലി, മത്തി പോലെയുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നത്, അങ്ങനെയുള്ള മീനുകൾ പലപ്പോഴും ഇതിന് അഡ്വാൻറ്റേജിയസ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡോ അങ്ങനെയുള്ള ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നു, പ്രോട്ടീനും കിട്ടുന്നു. എന്നുവെച്ചാൽ ഇതിനകത്ത് ജനറൽ ഹെൽത്ത് പ്രധാനമാണ്. പിന്നെ എന്നാൽ ചില പ്രോട്ടീൻസൊക്കെ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, ആളുകളുടെ ഇൻട്രാക്ഷൻ. എസ്പെഷ്യലി ഈ ചിലർക്കൊക്കെ റെഡ് മീറ്റ്, അതും റെഡ് മീറ്റിൽ മട്ടൺ ചിലർക്കൊന്നും പ്രശ്നം കാണാറില്ല, ബീഫ് ചിലർക്ക് അലർജി. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഈസിലി ഡൈജസ്റ്റബിൾ എന്നാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ സീസണൽ ഫ്രൂട്ട്സാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇന്ന ഫ്രൂട്ട് കഴിക്കണം, നിങ്ങൾ ആപ്പിൾ കഴിക്കുക അങ്ങനെ പറയത്തില്ല. ഓരോ ഫ്രൂട്ടിനും ആ ഒരു സീസൺ ഉണ്ടാവുമല്ലോ, ആ സീസൺ ബേസ്, അതായത് നിങ്ങളുടെ ഡയറ്റിൽ കുറച്ചുകൂടി ഫൈബർ കണ്ടൻ്റ് ഉള്ള ഡയറ്റ്, എന്നാൽ ഈ പ്രോട്ടീൻ ഈ രീതിയിൽ സപ്ലിമെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് വളരെ പ്രാധാന്യമാണ്. അതേപോലെ ഡയറ്റിനേക്കാൾ പ്രാധാന്യമാണ് ഈ സ്ലീപ്പ്. നമ്മളിപ്പം ഒരു സ്റ്റഡി ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കുള്ള പേഷ്യൻസിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഈ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ്സ് വരുന്ന പേഷ്യൻസ് ഒത്തിരി പേഷ്യൻസിനെ കിട്ടാറുണ്ട്. അത് ഇനി ഒരു സ്റ്റഡി നടത്തിയാലേ ഒരു സ്റ്റഡി ബേസ്ഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരുടെ ഈ സ്ലീപ്പ് പാറ്റേൺ ഇതിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ ആ കഴിയുന്നതും, അതായത് രാത്രി ഉറക്കത്തിന് പകരം പകലുറക്കമായാൽ എത്രത്തോളം മതിയാവുന്ന അറിഞ്ഞാൽ പലപ്പോഴും അത് കിട്ടാറില്ല ആളുകൾ. അപ്പോൾ ഈ സ്ലീപ്പ് പാറ്റേൺ ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അപ്പം സ്ലീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിർക്കേഡിയൻ റിതം എന്നൊക്കെ പറയും. അതായത് നേച്ചറുമായിട്ട് കഴിയുന്നതും, രാവിലെ ഉണർന്നിരിക്കുക, രാത്രി ഉറങ്ങുക. പല സുഖത്തിനും ഇതൊരു കാരണമായി പറഞ്ഞു കേൾക്കാറുണ്ട്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് കൊണ്ടുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി ഇപ്പം നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതല്ല, ഈ ഹോൾ പാറ്റേൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ വർക്കിംഗ് ഓൺ എ ഡിഫറെൻറ്റ് ടൈം സോൺ. നമ്മൾ ഇന്ത്യൻ ടൈം സോണിൽ ജീവിക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നത് വേറൊരു ടൈം സോണിലാണ്. ഇത് ഇവർ ദേ വിൽ കണ്ടിന്യൂ ഫ്രം ദെയർ യങ് സ്റ്റേജ് ടു 40s 50s. അങ്ങനെയുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇങ്ങനെയാണ് ഡോക്ടർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സോറിയാസിസിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് സോറിയാസിസ് ഉള്ളവർക്ക് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ, ഞാൻ മെറ്റബോളിക് സിൻഡ്രോം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, കുടവേറ് ഇങ്ങനെയുള്ള ഇതെല്ലാം നേരത്തെ വരാം. അപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലും കൂടെ ആവുമ്പോൾ ഇതിൻ്റെ എന്താണ് ഒരു ആഡഡ് എഫക്റ്റാണ്. അപ്പോൾ ഇത് സാധാരണ തന്നെ നോർമൽ ലൈഫിൽ ഇത് വരാം. അപ്പോൾ ഇവർക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ ഈ നേരത്തെ സ്കിന്നിൻ മാത്രമല്ല ഇൻഫ്ലമേഷനുള്ള ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ ഷുഗർ, കൊളസ്ട്രോൾ, BP ഒക്കെ നേരത്തെ വരുന്നു. അപ്പോൾ അത് വളരെ നമുക്ക് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറ്റും സ്ലീപ്പും. ഈവൻ നിങ്ങൾ വെറും നമുക്ക് ചെറിയ തോതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസേഴ്സ്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്തോളൂ. അതും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയാറില്ല, പ്രിഫറബിളി ഓയിൽ ഈസ് ബെറ്റർ എന്ന് നമ്മൾ ഒരു ആയുർവേദ സൈഡിൽ നിന്ന് പറയുമ്പോൾ. പക്ഷേ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഓയിൻമെൻറ്റ് പ്രിഫർ ചെയ്യും. ഇപ്പം നമ്മുടെ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് ലോഷൻസ് എല്ലാം ഈ മെഡിക്കേറ്റഡ് ലോഷൻസ്, മോയ്സ്ചറൈസേഴ്സ് അങ്ങനെയുള്ളത് പ്രിഫർ ചെയ്യുക, അത് പ്രിഫർ ചെയ്യുക. പക്ഷേ ഈ ഡയറ്റും സ്ലീപ്പും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് നമ്മൾ എപ്പോഴും അപ്പം പേഷ്യൻറ്റിൻ്റെ ഫീഡ്ബാക്ക് പലപ്പോഴും തരാറുണ്ട്, അത് ഡോക്ടറെ ഈ സ്ലീപ്പ് ഉറക്കം ഇതിനകത്തൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മറ്റുള്ളതിനെല്ലാം ഇതൊരു കോമ്പൗണ്ടിങ് ആണ്. ഈ മറ്റസുഖങ്ങൾക്ക്, ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന, നമ്മൾ എപ്പോഴും വരുമ്പോൾ നമ്മൾ നിർബന്ധമാക്കാറുണ്ട് ഇവരുടെ ഒരു ടോട്ടൽ ബ്ലഡ് സ്ക്രീനിങ് നമ്മൾ ചെയ്യും. ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഇവർക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ വരാനുള്ള സാധ്യത ഈ സോറിയാസിസുമായി ബന്ധപ്പെട്ടുണ്ട്. അതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോമിനകത്ത് നമ്മൾ കാണുന്നത്. സോറിയാസിസ് ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള ചാൻസ്. അതെന്തുകൊണ്ടെന്നാൽ അവിടെയാണ് പറയുന്നത് ഈ സോറിയാസിസ് ഒരു സ്കിൻ ഡിസീസ് മാത്രമല്ല, ഇത് ബോഡിയിൽ
ടോട്ടൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പലതരം അസുഖങ്ങൾ വരുന്നു. പക്ഷേ പ്രിഡോമിനൻ്റ്ലി പേഷ്യൻ്റ് ഈസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ഹിസ് സ്കിൻ. ബിക്കോസ് വൈ എന്താണ് അയാളുടെ അത് കാണുന്നുള്ളൂ, അത് അയാളുടെ എല്ലാത്തിനെയും ബുദ്ധിമുട്ടാക്കുന്നു. അസോസിയേറ്റഡ് ഡിപ്രഷൻ കാണാറുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി കാണുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില പേഷ്യൻസിലൊക്കെ അവരുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഗ്രാൻഡ് പാരൻറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ട്. വീട്ടുകാരെല്ലാവരും മെഡിക്കേറ്റഡ് ആണ്, ഞാനും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, പക്ഷേ എങ്കിലും വീട്ടിൽ കുഞ്ഞിനെ എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അത് എന്നാൽ ഇത് കിട്ടുമോ എന്ന് ഇത് അതേ ആഫ്റ്റർ റിപ്പീറ്റഡ് ഡെഡിക്കേഷൻ ഓൾസോ അവരുടെ ആ മനസ്സിലോട്ടത് മാറുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡോക്ടർ, നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഇനി കേരള കണക്റ്റിൽ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. കേരള കണക്റ്റിൽ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോറിയാസിസും അതിൻ്റെ ആയുർവേദ ചികിത്സകളെ ഒക്കെ പറ്റിയാണ്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ SR പ്രശാന്ത് ആണ്. ഡോക്ടർ, ശരിക്കും നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും കറക്റ്റായിട്ട് ആയുർവേദത്തിൽ എങ്ങനെയൊക്കെയാണ് ചികിത്സ സോറിയാസിസിന് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇനി വേണം പറയാൻ എന്ന് തോന്നുന്നു. അപ്പോൾ ആയുർവേദത്തിൽ ബേസിക്കലി നമ്മൾ ആദ്യം വരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് എന്താണ് ഇത് സോറിയാസിസിൻ്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ബേസിക്കലി സോറിയാസിസ് എത്ര ഏരിയ വരുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ ഇത് സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ വിഭാഗമാണോ അതോ സ്കിന്നിൽ മാത്രമുള്ള അവസ്ഥയാണോ, ഇതിനോട് മറ്റ് കോമോർബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ. കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത് അവർക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഇതല്ലാതെയും വരാം, ഇപ്പോൾ സോറിയാസിസുമായിട്ട് ബന്ധപ്പെടാതെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ വിളിച്ച ഒരു പേഷ്യൻ്റ് പറഞ്ഞ അതാണ്, അവരെ ഡയബറ്റീസ് ഹൈ ഡയബറ്റിക് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മാനേജ്മെൻറ്റും ഈ അല്ലാത്ത ആളുകളുടെ മാനേജ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് തരംതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 20% 25% താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ OP മാനേജ്മെൻറ്റ്, അതായത് ഇപ്പോൾ സ്കാൽപ്പ് സോറിയാസിസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അതും എപ്പോഴും ഒന്നുമില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൊടുക്കും. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓയിൽ പോലെ ആപ്ലിക്കേഷൻസ്, മോയ്സ്ചറൈസേഴ്സ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ജോബ് ആൻഡ് അതർ പ്രൊഫൈൽസ്. ഞാൻ അവർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സ്ഥിരമായി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആയിരിക്കും ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചിലപ്പോൾ ഈ അവർക്ക് മറ്റസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റസുഖത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ അലോപ്പതി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷന് മെഡിസിൻ കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് ആസ്മാറ്റിക് ആവാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അതിനോടൊപ്പം നമുക്ക് സോറിയാസിസ് മാനേജ് ചെയ്യാം. പിന്നെ ഒരു അടുത്ത ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു 20 to 50% ഒക്കെ വരുന്നവർ ആ ഒരു, അതായത് നല്ല രീതിയിൽ ശരീരത്തിലുണ്ട്, എന്നാൽ അവർ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്നെ ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ പല പേഷ്യൻസിനെയുമാണ് ഓർമ്മ വരുന്നത്. എന്ന് കഴിഞ്ഞാൽ അവർ ചില സമയങ്ങളിൽ അവർ തന്നെ പറയാറുണ്ട്, ഇപ്പം എന്താണ് ഡോക്ടറെ ഇപ്പോൾ വളരെ കൂടുന്നുണ്ട്, ബെഡുണ്ടോ, അഡ്മിറ്റ് ആവാൻ പറ്റുമോ എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായും അവർക്കൊരു ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ്, കിടത്തി ചികിത്സ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ സിവിയറിറ്റിയാണ്, എങ്കിലും നമുക്കൊരു 2 weeks എങ്കിലും നമ്മൾ മിനിമം ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ IP ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് ഇതിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് പലതരം ചികിത്സാക്രമങ്ങൾ, രോഗിയുടെ ധാര, അങ്ങനെയുള്ള പല ഇതും നമ്മുടെ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു 60-70% വളരെ സിവിയർ ആയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ചിലപ്പോൾ നമ്മൾ ഈ അലോപ്പതി മരുന്നുകൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്ത് കൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ മെഡിക്കേഷൻസും ആ രീതിയിൽ, അതായത് അതിനകത്ത് പലപ്പോഴും ഒരു പ്രധാന പ്രോബ്ലം ആയിട്ടുള്ള സിവിയർ പെയിൻ, അൺബെയറബിൾ പെയിൻ ആയിട്ടുള്ള സ്റ്റേജസ്, സിവിയർ ആയിട്ടുള്ള ഇവർക്ക് ഈ ജോയിൻറ്റ് ചേഞ്ചസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ചികിത്സയുടെ വളരെ പ്രധാനമാണ്. ഈ ആർത്രൈറ്റിസിൽ സന്ധികൾ കൂടിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മൾ ആ പേഷ്യൻറ്റിനെ കറക്റ്റ് സമയത്ത് ഓക്കെ ഇതാണെങ്കിൽ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും, ഈ സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ മറ്റ് മെഡിസിൻ കൂടി കാണണം, അതിന് നമ്മൾ ഒരു റൊമറ്റോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യമാണ് എന്നുള്ള ആ ഒരു ലൈൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഓക്കെ. എന്നാൽ നമുക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് അയാളുടെ വർക്ക് സഫർ ചെയ്യരുത്, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ സോറിയാസിസ് ഏജ് ഗ്രൂപ്പിലുള്ളവരെന്ന് പറയുന്നത് വർക്കിംഗ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് മെമ്പറാണ്. അപ്പം അത് കൺസേൺഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു വിഭാഗം. ഇങ്ങനെ ഈ 3 വിഭാഗത്തിലുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അല്ലാത്ത ചില പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ OPയിൽ വന്ന ഒരു പേഷ്യൻ്റ് പോലെ, അതായത് അയാൾക്ക് പക്ഷാഘാതം, ഒരു വശം തളർന്നതൊക്കെ ഉണ്ട്, അതിനോടൊപ്പം തന്നെ
സോറിയാസിസ് വന്നു, അങ്ങനെയുള്ള കേസുകൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ മാനേജ്മെൻറ്റ് പോകുന്നത്. പ്രധാനമായും OP മാനേജ്മെൻറ്റാണ് ഒരു മെജോറിറ്റി ഓഫ് പേഷ്യൻസ്. IP മാനേജ്മെൻറ്റ് വരുന്ന പേഷ്യൻസിന് ഒരു 2 to 3 വീക്സോളം നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. അവർക്ക് പലപ്പോഴും നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രോബബ്ലി അവർക്ക് വരുന്ന ട്രിഗർ ഫാക്ടറോ അല്ലെങ്കിൽ സീസൺ ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ 2 or 3 പ്രാവശ്യം എടുക്കുന്നതോടുകൂടി ഈ തമ്മിൽ വരുന്ന ഒരു പ്രാവശ്യം വന്ന് വീണ്ടും വരുന്നതുമായിട്ടുള്ള ഗ്യാപ്പ് കൂടും. അപ്പോൾ ഈ ഗ്യാപ്പ് കൂടി പതുക്കെ നമുക്ക് അവരുടെ ഒരു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ശരിക്കും നമുക്കൊരു ചോദ്യമുണ്ട് കേട്ടോ, വാട്സപ്പിൽ വന്നതാണ്. പാലക്കാട് നിന്ന് സുരേഷാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ആഹാരം കഴിച്ചാൽ, അതായത് വിരുദ്ധാഹാരം കഴിച്ചാൽ, മീൻ കറിയും ഇപ്പോൾ തൈരും എക്സാമ്പിളായിട്ട് ഇട്ടേക്കാണ്, സോറിയാസിസ് രോഗം വരുമെന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? നമ്മൾ ഈ വിരുദ്ധാഹാരം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ള ഓരോരുത്തരുടെയും ദഹനത്തിൻ്റെ ഇത് ഡിഫറെൻ്റ് ഉണ്ടാവും. ഈവൻ ഒരു ഹൈ പ്രോട്ടീൻ ഇത് നമ്മൾ പ്രായമുള്ള ഒരാൾക്ക് കൊടുത്താൽ ദഹിക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഒരു കുറച്ച് അത് അവരുടെ ഡൈജഷന് പറ്റുന്നതല്ല. അതായത് നമ്മളുടെ ഡൈജഷന് പറ്റാത്തതും അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷന് പറ്റുന്നതാണ്, പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയം പ്രശ്നമാണ്. രാത്രിയിൽ അല്ലെങ്കിൽ ഒരു കിടക്കാൻ സമയത്ത് ഒരു ഹെവി ഒരു എന്താണ് റെഡ് മീറ്റൊക്കെ അടങ്ങിയൊരു ഭക്ഷണം, ഇങ്ങനെയുള്ള ഡയറ്റുകൾ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് ആർക്കും വരത്തില്ല. പക്ഷേ ഇത് ഒരു വളരെ ലോങ് ടേമിൽ സ്ഥിരമായിട്ട് ഇയാളിത് ശീലിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വീക്കായിരിക്കുന്ന അവസ്ഥയിൽ ഇതൊരു ചാൻസാണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഇത് കഴിച്ചെന്നോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ നമ്മൾ തൈര് കഴിച്ചെന്നോ എന്നും പറഞ്ഞൊന്നും വരത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു നമ്മൾക്കത് ഓരോരുത്തർക്കും സ്പെസിഫിക്കാണ്. ഓരോരുത്തരുടെയും ഇപ്പോൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രോബ്ലമേ ആയിരിക്കണമെന്നില്ല. പക്ഷേ അതേ കാര്യം തന്നെ മറ്റൊരു അത്രത്തോളം ഹെൽത്ത് ഇല്ലാത്ത ഒരാൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു കോസ് ഓഫ് ഡിസീസായി മാറാം. ശരിക്കും ഈ സോറിയാസിസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ശരിക്കും കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ് ഡോക്ടർ? ഏറ്റവും പ്രധാന മിസ്കൺസെപ്ഷൻ ഞാൻ ഈ ആദ്യം പറഞ്ഞ കണ്ടേജിയസ് എന്നുള്ള തൊടരുത്, ഇത് പകരും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും ഈ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കോമൺ പൂളിലാണ് കിടത്തി ചികിത്സിക്കുന്നത്. ഇവരെ പ്രത്യേകം ചികിത്സിക്കുകയല്ല. അപ്പോൾ ഇവർ ഈ ആളുകൾക്ക് ഈവൻ ലെപ്രസി ഇതെല്ലാം സംശയമാണ്, എന്തോ ഒരു വലിയ അസുഖമാണ്. ഇപ്പോൾ ഇവർ ഈ പലപ്പോഴും ഇവർ കിടക്കുന്ന സ്ഥലത്ത് ഈ സ്കിന്നിൻ്റെ പൊടികൾ വീഴാറുണ്ട്. അതായത് ഈ ഫ്ലേക്സ്, സാധാരണ ഒരാളുടെ സ്കിൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം സ്കിൻ എന്ന് പറയുന്നത് ഒരു 28 മുതൽ 32 ദിവസമാണ് പുതിയ സ്കിന്ന് വരുന്നത്. നമ്മുടെ സ്കിൻ ലെയറിൽ നിന്ന്, നമ്മുടെ സ്കിന്നിൻ്റെ കുറേ ലെയേഴ്സ് ഉണ്ട്, അതിൻ്റെ ലെയേഴ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ സോറിയാസിസ് രോഗിക്ക് എന്താ സംഭവിക്കുന്നത്, ഇതൊരു 4 ദിവസമോ 5 ദിവസം കൊണ്ടോ പുതിയ സ്കിൻ വരും. അങ്ങനെ വരുമ്പം പഴയ സ്കിൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്കിന്നിൻ്റെ പുറത്ത് ഇതിങ്ങനെ ഒരു കുന്നുകൂടുന്ന പോലത്തെ ഒരു അവസ്ഥ വരും. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് വേറെ അണുക്കളൊന്നും വന്നിട്ടുണ്ടാകുന്നതല്ല. അതായത് നമ്മളുടെ പ്രതിരോധശേഷി തന്നെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു നായ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ സ്ട്രെയിഞ്ചറിനെ അറിഞ്ഞുകൂടാ, ഓണറിനെ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്കിതിനകത്തുള്ള ചില അലോപ്പതി മരുന്നുകൾ നമ്മളുടെ ജനറൽ ഇമ്മ്യൂണിറ്റി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് മറ്റസുഖങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റിയാണ്, ഇതൊരു ഇൻഫെക്ഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഈ ഒരു മിസ്കൺസെപ്ഷൻ, ആക്ച്വലി ഈ സോറിയാസിസ് മാസാചരണം തന്നെയുണ്ട്. എല്ലാ ഓഗസ്റ്റ് മാസവും നമ്മൾ ആകാശവാണിയിലൊക്കെ പോയി ഈ കാര്യങ്ങൾ പറയാറുണ്ട്. ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, ഇതൊരിക്കലും മറ്റൊരാളിലേക്ക് പകരത്തില്ല, എന്നാൽ ഇതിനൊരു പാരമ്പര്യമുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട അസുഖമല്ല, ഇതിന് പരിപൂർണമായ ചികിത്സയുള്ളതാണ്. പക്ഷേ നിങ്ങൾ ചികിത്സയിൽ തന്നെ നിൽക്കണം. അതായത് ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയോ, അതായത് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ നിൽക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. അതായത് ചികിത്സയുണ്ട്, ഇത് പകരുന്ന അസുഖമല്ല. എപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് അസുഖം മാറിക്കഴിഞ്ഞാലും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മിസ്കൺസെപ്ഷൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പേഷ്യൻറ്റിലോട്ട് എത്തിക്കാൻ. എൻ്റെ ഫസ്റ്റ് മിസ്കൺസെപ്ഷനാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അത് ഇതിൻ്റെ ഒരു കോസും കൂടെ ആവും.
എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രെസ് ഒരു കോസാണ്. അപ്പം ഇത് ആണ് നമ്മളെപ്പോഴും പേഷ്യൻറ്റിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാറുള്ളത്. ശരിക്കും ഈ തലയിൽ വരും, താരൻ പോലെ വരും എന്ന് പറയുമല്ലോ, ശരിക്കും പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് ഈ താരൻ. അപ്പോൾ ഇത് താരനല്ല, ഇതാണ് എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് മെയിൻലി താരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒരു ഫംഗൽ ഡിസീസാണ്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് എപ്പോഴും ഹെയർ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും. വളരെ കുറഞ്ഞ അവസ്ഥയിലായിരിക്കും, അത് പൗഡർ പോലെയായിരിക്കും, എന്താണ് സ്കെയിലായിരിക്കില്ല, ഫ്ലേക്സ് ആയിരിക്കും. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ താരൻ്റെ പല അഡ്വർടൈസ്മെൻറ്റ്സിലും ഇങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ അതേപോലെ ഈ സോറിയാസിസിലാണെങ്കിൽ അങ്ങനെയല്ല, സ്കെയിൽ വലിയ പാട പോലത്തെ വലിയ ശൽക്കങ്ങളായിരിക്കും, വലിയൊരു പീസ് ഓഫ് ഇതായിരിക്കും. അതിനകത്ത് തന്നെ അത് പൊടിഞ്ഞു കഴിയുമ്പോൾ അവിടെ ചെറിയ ചുവന്ന ചോരക്കുത്തുള്ള, അതായത് ഓസ്പിറ്റ് സ്പോട്ട് എന്ന് പറയും, അതായത് ചെറിയ ഇങ്ങനെ ബ്ലഡ് സ്പോട്ട്സ് കാണും. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് നമുക്ക് പലപ്പോഴും. പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതൊന്നും അങ്ങനെ ഇല്ലാതെ നമ്മൾ ഒത്തിരി ഓയിലെടുത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി ഷാംപൂസ് യൂസ് ചെയ്യുക, ഇത് തന്നെ ഇതിനൊരു പ്രശ്നമാവും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ pH ഇംബാലൻസ് വരും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷാംപൂ യൂസ് കൊണ്ട്. ഓവറായിട്ട് ഓയിൽ യൂസ് ചെയ്താലും പ്രശ്നമാണ്, ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അത് നമ്മൾക്ക് ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള താരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓവർ ദ കൗണ്ടർ ഓഫ് എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിച്ചാൽ തന്നെ നിൽക്കും. അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിഫറബിളി യു ഗോ ടു എ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഗെറ്റ് എ ഡയഗ്നോസിസ്. ഇത് ആണോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് നമുക്ക് ആ ഒരു പോയിന്റിൽ എപ്പോഴും പറയാനുള്ളത്. ശരിക്കും നമുക്ക് ചില സമയങ്ങളിൽ ഈ സ്കിന്നിൽ ഇതുപോലെ ഇൻഫെക്ഷൻ വന്ന് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സോറിയാസിസ് ആണോ എന്ന് ഡൗട്ട് തോന്നിയാൽ പോലും ചികിത്സിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് ശരിക്കും എത്രത്തോളം വേഴ്സ് ആക്കാം നമ്മളിത് ചികിത്സിച്ചില്ലെങ്കിൽ? അത് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ചികിത്സ ഉണ്ട്. ഇത് നമ്മുടെ പല സ്റ്റേജസ് ഉണ്ട്. അതായത് ആദ്യത്തെ സ്റ്റേജിൽ എന്താണ്, ഒരു ഡ്രൈനെസ്സിന് വേണ്ടി ഞാൻ ഇനി ഒരു ഡോക്ടറെ കാണണോ, അതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിലൊന്നും ഇല്ലയെന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ അവർ കണ്ടിട്ടില്ല ഈ അസുഖം. അപ്പോൾ ഈ ഒരു ഡ്രൈനെസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യൻസ് കോൺസെപ്റ്റ് അബൌട്ട് ബ്യൂട്ടി, എന്ന് പറഞ്ഞാൽ ചിലർ എത്രത്തോളം ഇതൊന്നും ബോധേഡല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിനെപ്പറ്റി, അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥ സോറിയാസ് ആണെങ്കിൽ ഈ പൊടിഞ്ഞിളകുന്നുണ്ടെങ്കിൽ ഇതെന്താണ് നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇത് ലോങ് ടേം ആയിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയും ഇത് ബോഡി മുഴുവൻ ഇത് വർദ്ധിക്കാനുള്ള, കാരണം ഈ അസുഖം പതുക്കെ കൂടും. ഇതിനോടൊപ്പം മറ്റേതും സംഭവിക്കുന്നുണ്ട്, ബോഡിയിലുള്ള നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കൂടുന്നു. അപ്പോൾ അവർക്ക് ഡയബറ്റീസ് അങ്ങനെയുള്ളതൊന്നും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊരു ക്രോണിക് നേച്ചർ ആവുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് കിട്ടുമ്പോൾ പലപ്പോഴും ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിന് നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. അതായത് പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇത് കൃത്യമായി ചികിത്സിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചികിത്സിച്ചിട്ട് പിന്നെ നമ്മൾ പലപ്പോഴും എന്താണ് അവർ പിന്നെ ഫോളോ അപ്പിനൊന്നും അവർക്ക് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം. ഇവരുടെ ജോയിൻറ്റ് ഫ്യൂസ് ചെയ്തിങ്ങനെ കൈയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് സിവിയർ ആയിട്ട് ജോയിൻറ്റ് ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുന്ന അവസ്ഥ, അപ്പോൾ കൈയൊക്കെ വളഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചുപോക്കില്ല. ഈ ഉള്ളത് വെച്ച് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിലേ ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അതിനോടൊപ്പം കൃത്യമായ ഡയഗ്നോസിസ്, എന്താണ് അസുഖം, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഡാൻഡ്രഫ് ആയിരിക്കാം, അതിനുവേണ്ടി ഇതൊന്നും ഇല്ല, ഈ ടെൻഷനും. അപ്പം കൃത്യമായ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് സോറിയാസിസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുക, പ്രൊവൈഡഡ് നമ്മൾ അഥവാ ചികിത്സ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു ഡോക്ടറുടെ ഇതിൽ സൂപ്പർവിഷനിലിരിക്കുക. നിങ്ങളിപ്പോൾ മരുന്നൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ചിലപ്പം ചില ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളത് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം മോയ്സ്ചറൈസേഴ്സ് അതൊക്കെ കൊണ്ട് മാനേജ് ചെയ്ത് പോവുക. പിന്നെ ഇതിനോടൊപ്പം വേറൊരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ, ഇതിനെ മാനേജ് ചെയ്യണം. അതും ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞു. അതായത് ഡയബറ്റീസ് കൂടിയാൽ ഇത് കൂടും. അതായത് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് കൂടുന്ന അവസ്ഥയിൽ ഇതെപ്പോഴും നമ്മുടെ ഈ നീർക്കെട്ടുകൾ കുറയത്തില്ല. അപ്പോൾ അതുകൊണ്ടും ഇത് കൂടാനുള്ള ഒരു ചാൻസ് കാണാറുണ്ട്. ഡോക്ടർ, മറ്റൊരു ചോദ്യം, ഈ നമ്മുടെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇഫ് നമുക്ക് ജെനറ്റിക്കലി നമ്മുടെ പേരൻസിന് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് വന്നിട്ടില്ല, എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡിന് ഫുഡ് എപ്പോഴും നമ്മുടെ ഒരു സാത്മ്യം എന്നൊക്കെ പറയാം, നമ്മൾ വളർന്ന് ശീലിച്ച ഒരു പാറ്റേൺ ഓഫ് ഡയറ്റ് ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ നല്ലത്. പിന്നെ പ്രൊവൈഡഡ് നമ്മൾ ഈ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, അതൊരു ബാലൻസ്ഡ് ആവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മോർണിംഗിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രോട്ടീൻ്റെ ഒരു സപ്പോർട്ട്
ഉണ്ടാവണം. എന്നു പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനകത്ത് എപ്പോഴും നമ്മളിപ്പം നമ്മുടെ ട്രഡീഷണൽ ഡയറ്റ്സ് പലതും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ ട്രഡീഷണൽ ഡയറ്റിൽ നിന്ന് കുറേ മാറി, എന്നാൽ ഫുള്ളി ഒരു മോഡേൺ ഡയറ്റ് ആണോ അതുമല്ല, ഇതിൻ്റെ ഇടയിലൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഒട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലോട്ട്. അപ്പോൾ എപ്പോഴും ഒരു മിനിമം പ്രോട്ടീൻ സപ്ലിമെൻറ്റ് വിത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും, അതായത് വെജീസ് വേണം. നമ്മളൊരു കളർ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്രീൻ ഇതുണ്ടാവണം, ഒരു ചെറിയ പോർഷൻ ഓഫ് ഡയറ്റ്, അതായത് നോൺ വെജ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടല, അങ്ങനെയുള്ള. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഈ സോറിയാസ് ഉള്ള പേഷ്യൻസിന് ചില പ്രോട്ടീൻസ് പ്രശ്നം വരും. അതായത് ചിലർക്ക് പാല് കുടിക്കുന്നത് ബുദ്ധിമുട്ടാണ്, ചിലർ ഉഴുന്ന പ്രശ്നമുള്ളവരുണ്ട്. അതായത് ഇതിനകത്ത് ചില പേഷ്യൻസിൽ ഇച്ചിങ് കൂടുതലാണ്. അങ്ങനെയുള്ള പേഷ്യൻസിൽ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിട്ടില്ല, ഫ്രം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പറയുകയാണ്, ഇവർ ഈ ഉഴുന്നിൻ്റെ അളവ് കുറയ്ക്കുന്നത് കാണുമ്പോൾ ഇത് കുറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻ്റെ അടുത്ത് പറയും, നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരോടും ഉഴുന്ന് ഒഴിവാക്കാൻ പറയാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ പ്രധാനമായിട്ട് ഉഴുന്നുണ്ട്, അതായത് ഇഡലി, ദോശ, ആ ഒരു ജനറൽ പാറ്റേൺ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഇത് എന്താണ് ഒന്ന് മോഡറേഷൻ ആക്കി നോക്കുക. അപ്പോൾ ചില പേഷ്യൻസ് പറയണം, ഡോക്ടറെ ഇതിനകത്ത് ചൊറിച്ചിൽ ഈ ചൊറിച്ചിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഈ ഡ്രൈനെസ് അസോസിയേറ്റഡ് ആയിട്ടും വരും, സോറിയാസിലും കാണാറുണ്ട്. ഡയറക്റ്റ്ലി സോറിയാസിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ പോലും സോറിയാസ് ഉള്ള പേഷ്യൻസിലെപ്പോഴും ചൊറിച്ചിൽ ഒരു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന പോലെ ചില പ്രോട്ടീൻസ് ഇത് ട്രിഗർ ചെയ്യാറുണ്ട്. ചിലർക്ക് റെഡ് മീറ്റ് ആവാം, ചിലർക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഈ ഫിസിക്കൽ എക്സസൈസൊക്കെ ധാരാളം ചെയ്യുന്ന പുള്ളി ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ചോടുകൂടി പുള്ളിയുടെ ഫേസിൽ ഇങ്ങനെ ഇത് വരാൻ തുടങ്ങി. അതായത് പുള്ളി ഒരു ഇതാണ് ബോഡി ബിൽഡർ, ഈ ജിമ്മിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അത് ഞാൻ അധികം അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എലിസിറ്റ് ചെയ്യായിരുന്നു. പുള്ളിക്ക് ഓൾറെഡി സോറിയസ് ഉള്ള പേഷ്യൻ്റാണ്, പക്ഷേ അത് വളരെ കൺട്രോൾഡ് ആയിരുന്നു. അപ്പം ഇടയ്ക്ക് എന്തോന്നോ കോമ്പറ്റീഷനോ അങ്ങനെ എന്തോ ആയിട്ട് ഇവർ ഈ ഡയറ്റ് പാറ്റേൺ മാറി, പുള്ളി ഡയറ്റ് കീറ്റോ ഡയറ്റ് പോലെയുള്ള, അതായത് പ്രോട്ടീൻ ഹെവി ഡയറ്റ് എടുക്കുകയും അതിനോടൊപ്പം അതെല്ലാം കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യം പെട്ടെന്നൊരു ചേഞ്ച്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണല്ലേ ഡോക്ടർ, എന്താണെന്ന് അറിഞ്ഞുകൂടാ, കൺട്രോൾഡ് ആയിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇത് ഞാൻ മാറ്റാൻ പറഞ്ഞപ്പോൾ അതിൽ തന്നെ പുള്ളിക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. അങ്ങനെയുള്ളതും നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കണം, കസ്റ്റമൈസ് ചെയ്ത്. അതായത് പേഷ്യൻ്റെ അടുത്ത് നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. എന്നാൽ ഡയറ്റ് മാത്രമല്ല ഇതിനകത്ത് കോസേറ്റീവ് ഫാക്ടർ ആകുന്നത്, സ്ട്രെസ്സും ഒരു കോസേറ്റീവ് ഫാക്ടറാണ്. അതാണ് പറഞ്ഞത്, നമ്മൾ ഈ ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ചിലർക്ക് പ്രശ്നമാവാറുണ്ട്, പക്ഷേ ഇത് എപ്പോഴും അവർക്ക് പ്രശ്നമാവാറില്ല. അതായത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരാറുണ്ട്. അത് കൂടുതൽ അതെ അങ്ങനെയുള്ളവരിൽ കൂടുതൽ നമ്മുടെ ഈ അലർജി, നമ്മുടെ ജനറലൈസ്ഡ് ആയിട്ട് അർട്ടിക്കേറിയ എന്നൊക്കെ പറയും, അങ്ങനെയുള്ളവർക്ക് സോറിയാസ് വരുന്ന ഒരു ഗ്രൂപ്പ് ഉള്ള പേഷ്യൻസും കാണാറുണ്ട്. അതായത് സോറിയാസിനോടൊപ്പം ഇങ്ങനെയുള്ള ഇത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഹായ്, നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തിലാണ്. വിഷ്ണു, കേരള കണക്കിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ, എന്റെ പേര് വിഷ്ണു എന്നായിരുന്നു. എനിക്ക് നിരന്തരമായി എന്റെ ഈ കൈയിന്റെ ഈ ജോയിന്റിന്റെ അവിടെ ഇങ്ങനെ ചൊറിച്ചിൽ പോലെ ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കാറുണ്ട്. അപ്പം ലൈക്ക് അതിങ്ങനെ എൽബോ ജോയിന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? എന്താ എൽബോ ജോയിന്റ് ആണോ? എൽബോ ജോയിന്റ്, ഡോക്ടർ. അപ്പം അതിങ്ങനെ റാഷസ് പോലെയും വരാറുണ്ട്. അപ്പം അങ്ങനെ അതിന് എന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ്, ഞാനിവിടെ ആരെയും അങ്ങനെ കാണിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഒരു പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ചെറിയ ഇതുപോലെ വരാറുണ്ട്. ഈ റാഷ് എന്ന് പറയുമ്പോൾ സ്കിൻ അവിടെ നിന്ന് ഇങ്ങനെ സ്കെയിലിംഗ് പോലെ പൊടിഞ്ഞു വല്ലതും ഇളകാറുണ്ടോ? ഇല്ല. പക്ഷെ അത് ഇങ്ങനെ പാടുപോലെ കിടക്കാറുണ്ട്. അത് ഒരു ചൂട് അനുഭവം ഇങ്ങനെ തോന്നും അവിടെ ഇങ്ങനെ ഇതാകുമ്പോ. അവിടെ നിറം എന്താണ്? ഒരു റെഡിഷ്, നല്ല റെഡിഷ് പോലെ ആവാറുണ്ട്. ഞാൻ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടും പിന്നെ അല്ലെങ്കിൽ ഞാൻ താക്കോൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കും. എനിക്കിത് കേട്ടിട്ട് ഡ്രൈനെസ് പോലെയാണ് തോന്നുന്നത്. ഒരു സോറിയാസിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഈ എന്താണ് ഡ്രൈനെസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോറിയാസിസ് അല്ല. പക്ഷേ സ്കെയിലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പൊടിഞ്ഞിളകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എനിവേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട്, ഒരു ആയുർവേദ ഡെർമറ്റോളജിസ്റ്റിനോ അലോപ്പതിയിലോ എവിടെയാണോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതൊന്ന് നോക്കണം. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്, കൈമുട്ടിൽ സോറിയാസ് വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. ഡോക്ടറിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുന്നതാണല്ലേ? അതെ, പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വന്നാൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഓക്കെ ഡോക്ടർ, മറ്റൊരു ഡൗട്ട് ഉള്ളത്, ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ? നമുക്കിപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഈ മൊത്തത്തിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമുക്കിത് കൺട്രോൾ ചെയ്യാം എന്നുള്ള വേർഡേ നമ്മൾ പേഷ്യൻറ്റിനോടും പറയാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിൽ ഇത്, അതായത് ഇപ്പോൾ ഒരു 100ൻ്റെ സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 to 25 പേഷ്യൻസിൽ കംപ്ലീറ്റ് റെമിഷൻ കാണാറുണ്ട്. അപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് റെമിഷൻ എന്നാണ്. അതെ, എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ഇൻ ടേം നമ്മളിപ്പം നമ്മൾ നോക്കുകയാണെന്നുള്ളത് ക്യൂർ തന്നെയാണ്. അതായത് അയാൾക്ക് ബുദ്ധിമുട്ടില്ല, അയാളുടെ സ്കിൻ സ്കെയിലിംഗ് ഇല്ല, സ്കിന്നിൽ ഇച്ചിങ് ഇല്ല, റെഡ്നെസ് ഇല്ല, ആർത്രൈറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനോ ഒന്നുമില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ വരാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി ഇയാൾ സാധാരണ ഇയാൾ പാസ് ചെയ്ത് പോകാത്തൊരു ഇതിൽ കൂടെ ചിലപ്പോൾ പോകുമ്പോൾ ഇത് വന്നുകൂടായില്ല. ചിലപ്പോൾ അയാൾക്ക് ദുബായിൽ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ യൂഷ്വലി കോൾഡ് കൺട്രീസ് ആണ് ഇതിനുള്ളൊരു പോസിബിലിറ്റി. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഇത് വന്നുകൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള വാക്ക് നമുക്ക് മിസ്ലീഡിങ് ആണ്. പക്ഷേ ടോട്ടലി കൺട്രോളബിൾ ആണ്. പക്ഷേ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, നേരത്തെ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ആദ്യത്തെ സ്റ്റേജിലെ ചികിത്സയ്ക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലല്ല, വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തി ചികിത്സിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മാനേജ് മാത്രമേ പറ്റത്തുള്ളൂ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അവരുടെ സിംറ്റംസ് എല്ലാം മാറ്റി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരവസ്ഥ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേജിൽ പറ്റത്തുള്ളൂ. പക്ഷേ എനിവേ ഇതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേജിലാണെങ്കിലും, ഇനി നിങ്ങൾ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്, സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ഒരു കയ്യിലൊക്കെ ജോയിൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് മൂവ്മെൻ്റൊക്കെ ബുദ്ധിമുട്ടാണ്, ദേഹം മുഴുവൻ സ്കിൻ സ്കെയിലിംഗ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും ആ സ്റ്റേജിലാണെങ്കിൽ പോലും ചികിത്സ തുടങ്ങണം. അല്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കത്തേ ഉള്ളൂ. ശരിക്കും ഈ കുട്ടികളിൽ വരുമല്ലോ സോറിയാസിസ്, അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ പൊതുവെ? കുട്ടികളിൽ നമ്മൾ പലപ്പോഴും ഈ മുതിർന്നവരിലുള്ള ഒരു ഫുൾ കോഴ്സ് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യം വരാറില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന കേസുകളെല്ലാം വളരെ സിവിയർ ആയിട്ടുള്ള കേസുകളല്ല കിട്ടുന്നത്. ഇവരെല്ലാം ഈ പറയുന്ന പോലത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ നിൽക്കുന്ന കേസസ് ആണ്. പലപ്പോഴും ഇതൊരു അഡോൾസെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ തുടങ്ങുന്ന അവസ്ഥകളിലുള്ള ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ കോസ്മെറ്റിക് കൺസേൺ ആണ് മുന്നിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് എല്ലാ ഡ്രസ്സും ധരിക്കാൻ പറ്റുന്നില്ല. അതൊരു വളരെ മേജർ പ്രശ്നമാണ്. ഒരു 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അതാണ് അവരുടെ മേജർ കൺസേൺ ആയിട്ട് പലപ്പോഴും വരുന്നത്. പിന്നെ 1-2 കേസുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതിനകത്ത് ഇവർക്ക് ഈ കൊളസ്ട്രോൾ ലെവൽസൊക്കെ ആ ഏജിൽ തന്നെ വളരെ എലിവേറ്റഡ് ആയി കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും എന്നിട്ട് ഇതിൻ്റെ ഫർദർ ഇതിനു വേണ്ടി അലോപ്പതിയിലോട്ടൊക്കെ വിടാറുണ്ട്. ഈ ഏജിൽ തന്നെ ഇത് കാണാം. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ചില കേസുകൾ. പിന്നെ നെയിൽ ചേഞ്ചസ്, നെയിൽ സോറിയാസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നെയിൽസ് ഇങ്ങനെ കുത്തുകൾ വീഴുക, നഖം ചെറുതായിട്ട് പൊടിഞ്ഞിളകുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസുകളൊക്കെ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ അസുഖങ്ങൾ വരാം എന്ന്. അപ്പോൾ ഈ സോറിയാസിസുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? സോറിയാസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരുന്ന ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് തന്നെയാണ്. അത് സോറിയാസിസിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. അല്ലെങ്കിൽ സോറിയാസിസിൻ്റെ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓട്ടോ ഇമ്മ്യൂൺ എന്നുള്ളത്, ശരീരം നമ്മളെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ. അതേ ഇത് മറ്റേത് സ്കിന്നിലാണ് ആദ്യം വരുന്നത്, ഇത് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. അത് ഒരു വിഭാഗം. അത് കൂടാതെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സോ കോൾഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ തന്നെ സോറിയാസിസ് ഉള്ളവരിൽ നേരത്തെ വരുന്നു. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഓൾറെഡി സോറിയാസിസ് ഉള്ളവർക്ക് വരാം, അതല്ലാതെ തന്നെ സോറിയാസിസ് ഇതിനൊരു ട്രിഗർ ഫാക്ടറും ആവാം. അതായത് നേരത്തെ ഈ ഇൻഫ്ലമേഷൻ കാരണം ഇവർക്ക് വരുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ അവരുടെ ജോലി സംബന്ധമായിട്ട് ഈ ചില കെമിക്കൽസൊക്കെ സ്ഥിരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള, നമുക്ക് അവിടെ സ്ഥിരമായിട്ട് കിട്ടാറുള്ള ഒന്ന് മെക്കാനിക്സ്, അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്രീസ് അങ്ങനെയൊക്കെ എടുക്കുന്ന ആ ഗ്രൂപ്പുള്ളവർ. പിന്നെ ഈ പെയിൻറ്റേഴ്സ്, അതായത് ഇവർ ഈ ശ്വസിക്കുന്നുണ്ടല്ലോ, അതേപോലെ സിമെൻറ്റ് വർക്കേഴ്സ്, ഇങ്ങനെയുള്ളവരിലെല്ലാം ഞാൻ സോറിയാസിസ് എന്ന് മാത്രം പറയുന്നില്ല, സ്കിൻ ഡിസീസസ്, നമ്മുടെ സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതും കൂടെയുണ്ട്, സ്കിൻ ഡിസീസസ് കൂടുതലായി കാണുന്ന ഒരു പ്രവണത. അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട്. ഈവൻ ഞാൻ കുറച്ച് കേസസ് ഈ പുറത്തുനിന്നൊക്കെ വന്ന, അതായത് ഈ ഓഫ് ഷോറായിട്ട് ഷിപ്പിങ്ങിൽ ഓയിലൊക്കെ ഡ്രിൽ ചെയ്യുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ ഇവർ ഈ പലതരം കെമിക്കൽസിന് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവരിലെല്ലാം പൊതുവിൽ സ്കിൻ ഡിസീസ് കൂടുതലാണ്. അതിലൊരു വിഭാഗത്തിനകത്ത് ഈ സോറിയാസിസും കാണാറുണ്ട്.
ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ശരിക്കും ഇന്ന് ഡോക്ടേഴ്സ് ഡേ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഇത്രയും അധികം ഇൻഫർമേഷൻസ് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. ശരിക്കും ഇതുമായിട്ടുള്ള കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങളുടെ മാറി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യമാണ് ഇത് തൊട്ടാൽ പകരും എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്താണ്ടിരിക്കുക. കാര്യം ഇതുകൊണ്ട് പകർച്ചവ്യാധിയെ അല്ല എന്നുള്ളതാണ്, ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്. അപ്പോൾ ശരിക്കും ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടി, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവും മറ്റൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.